ഹലോ, നമസ്കാരം. ചൈന കാഴ്ചകൾ തുടരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഷങ്കായിൽ നിന്നും ബീജിങ്ങിലേക്കുള്ള യാത്രയിൽ ബുള്ളറ്റ് ട്രെയിൻ യാത്രയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിടത്ത് വെച്ചാണ്. ഈ എപ്പിസോഡിൽ ബുള്ളറ്റ് ട്രെയിനിൽ ബീജിങ്ങിൽ എത്തുന്നതുവരെയുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് സ്റ്റേഷൻ്റെ ഉൾഭാഗം. എന്താ തിരക്കെന്ന് കണ്ടോ? എയർപോർട്ടുകളിലെ ചെക്ക് ഇൻ പോലെയാണ് ഇവിടുത്തെയും ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ. ധാരാളം കൗണ്ടറുകളും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ട്. ഇരിക്കാൻ ധാരാളം ഇരിപ്പിടങ്ങളും ഉണ്ട് ഇവിടെ. നമ്മൾ ഒരു ഗ്രൂപ്പായി വന്നതിനാൽ ഒരുമിച്ച് തന്നെയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. നമുക്കായി പ്രത്യേകം കൗണ്ടർ ഉണ്ടാവും. ഇത് ഷങ്കായിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. ഇതുകൂടാതെ ഷങ്കായിൽ മറ്റ് 3 റെയിൽവേ സ്റ്റേഷൻ കൂടെയുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മിൻഹാങ് ഡിസ്ട്രിക്റ്റിലാണ്. 2008 ജൂലൈ 20-നാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2010 ജൂലൈ 1-ന് ഇത് ഓപ്പൺ ചെയ്തു. $2.3 ബില്യൺ ഈ സ്റ്റേഷൻ നിർമ്മാണത്തിൻ്റെ ആകെ ചിലവ്. 3 ലക്ഷം സ്ക്വയർ മീറ്ററാണ് ഈ സ്റ്റേഷൻ ബിൽഡിങ്ങുകളുടെ ആകെ വിസ്തീർണം. ഈ പ്രധാനപ്പെട്ട കെട്ടിടത്തിന് 420 മീറ്റർ നീളവും 200 മീറ്റർ വീതിയും ഉണ്ട്. ഈ കാണുന്ന വെയിറ്റിംഗ് ഹാളിൻ്റെ ഏരിയ മാത്രം 10,000 സ്ക്വയർ മീറ്ററാണ്. 2 ലക്ഷത്തിലധികം ആളുകൾ ദിവസേന ഈ സ്റ്റേഷൻ ഉപയോഗിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്ക് അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിലെത്തി. നമുക്ക് പോകേണ്ട ട്രെയിൻ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഏത് ട്രെയിനിലാണോ പോകേണ്ടത് ആ ട്രെയിൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലേക്കാവും നമ്മളെ കടത്തിവിടുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നേരിട്ട് കിടക്കാൻ കഴിയാത്ത തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കോച്ചിലാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് സെക്യൂരിറ്റി ഓഫീസർ, വെൽ ഡ്രസ്ഡ് പേഴ്സൺ. ഗുഡ് മോർണിംഗ്. സീറ്റ് നമ്പർ 9F9F. താങ്ക് യു. ടിക്കറ്റും പാസ്പോർട്ടും പരിശോധിക്കുന്നത് ഈ ഓഫീസറാണ്. ചൈനീസ് ഭാഷയിലുള്ള ടിക്കറ്റ് ആയതിനാൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാലാണ് സീറ്റ് നമ്പർ ചോദിച്ച് മനസ്സിലാക്കിയത്. ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. 3+2 മാനർ. ഒരു വശത്ത് 3 സീറ്റും മറുവശത്ത് 2 സീറ്റും, ഇടയ്ക്ക് പാസേജ്. മുകൾ ഭാഗത്ത് ലഗേജ് വയ്ക്കാൻ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ബോഗിയുടെ ഇരുവശത്തുമുള്ള വാതിലിനോട് ചേർന്ന് കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെയാണ് ലഗേജുകൾ വയ്ക്കേണ്ടത്. നമ്മളിൽ മിക്കവരുടെയും കയ്യിൽ ഒന്നിലധികം ബാഗുകളുണ്ട്. അതാണ് ലഗേജ് വയ്ക്കാനുള്ള ഈ പ്രയാസത്തിന് കാരണം. സാധാരണ ട്രാവലേഴ്സ് ആണെങ്കിൽ അവരുടെ കയ്യിൽ ബാഗുകൾ ഒന്നും ഉണ്ടാകാറില്ലല്ലോ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ ബാഗ് മാത്രമായിരിക്കും. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ടൂർ വന്ന ടൂറിസ്റ്റുകളല്ലേ, അതുകൊണ്ട് കയ്യിലുള്ള ലഗേജുകളുടെ എണ്ണവും കൂടും. സെക്യൂരിറ്റി പേഴ്സണൽസ് ബാഗുകൾ വയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ചെയർ കാറിൻ്റെ ഇരുവശത്തും ഇതുപോലുള്ള ഡിസ്പ്ലേ ബോർഡുകളുണ്ട്. അതിൽ ഈ ട്രെയിനിനെ കുറിച്ചുള്ള വിവരങ്ങളും അകത്തെയും പുറത്തെയും ടെമ്പറേച്ചറും ഒക്കെ കാണിക്കുകയാണ്. ഇംഗ്ലീഷിലും ചൈനീസ് ഭാഷയിലും വിവരണം നൽകുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഈ സ്റ്റേഷനിൽ നിന്നും ഹൈസ്പീഡ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഹൈസ്പീഡ് അല്ലാത്ത ട്രെയിനുകൾ ഷങ്കായിലുള്ള മറ്റു സ്റ്റേഷനുകളിൽ നിന്നാണുള്ളത്. ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് സോളാർ പവർ കൊണ്ടാണ്. 20,000 സോളാർ പാനലുകളാണ് അതിനായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്.
ട്രെയിൻ മൂവായി തുടങ്ങി. അടുത്ത പ്ലാറ്റ്ഫോമുകളിൽ വേറെയും ട്രെയിനുകൾ കിടപ്പുണ്ട്. തുടക്കത്തിലെ നല്ല സ്പീഡാണ്. ക്രമേണ സ്പീഡ് കൂടിക്കൂടി വരും. ഒരു ട്രെയിൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. ബീജിങ്ങിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. പല കാറ്റഗറികളിലായി 17 കോച്ചുകളാണ് സാധാരണ ഈ ട്രെയിനിൽ ഉണ്ടാവുക. കൂടുതലും സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ. നമ്മൾ യാത്ര ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ് കോച്ചിലാണ്. ഇതിൽ ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സുമായി വേറെയും കോച്ചുകളുണ്ട്. ഈ ട്രെയിനിൻ്റെ ആദ്യ സ്റ്റോപ്പ് നഞ്ചിങ്നാൻ സ്റ്റേഷനാണ്. നഞ്ചിങ്നാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളത് ജിനാക്സി സ്റ്റേഷനിലാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ബീജിംഗ് സ്റ്റേഷൻ. ഷങ്കായിൽ നിന്ന് ബീജിങ്ങിലേക്ക് 1318 കിലോമീറ്റർ ദൂരമാണുള്ളത്. 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. ഈ ട്രെയിനിൻ്റെ പരമാവധി സ്പീഡ് 350 km/h ആണ്. മിക്കവാറും സമയങ്ങളിൽ ആ സ്പീഡിൽ തന്നെയാവും ഇത് സഞ്ചരിക്കുന്നത്. ഇതിന് പാരലായി സാധാരണ റെയിൽവേയും ഉണ്ട്. അതിൽ സഞ്ചരിച്ചാൽ ഷങ്കായിൽ നിന്നും ബീജിങ്ങിലെത്താൻ 10 മണിക്കൂർ വേണം. പല സ്റ്റേഷനിൽ കൂടെയാണ് നമ്മൾ നിർത്താതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിനിന് 2 സ്റ്റേഷനുകളിൽ മാത്രമേ ഇടയ്ക്ക് സ്റ്റോപ്പുള്ളൂ. ഈ റൂട്ടിലോടുന്ന പല ട്രെയിനുകൾക്കും സാധാരണ ഇടയ്ക്ക് 2 സ്റ്റോപ്പുകൾ മാത്രമാണ് ഉണ്ടാവുക. അത് ഓരോ ട്രെയിനിനും വ്യത്യസ്തമായിരിക്കും. അതായത് എല്ലാ സ്റ്റേഷനുകളിലും ഏതെങ്കിലും ഒരു ഹൈസ്പീഡ് ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടാവും. നമ്മുടെ ട്രെയിനിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റോപ്പുകൾ നഞ്ചിങ്ങും ജിനാക്സിയും ആണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാലത്തിന് മുകളിലൂടെയാണ്. ധന്യാൻ കുഷൻ ഗ്രാൻഡ് ബ്രിഡ്ജ്, അതാണ് ഈ പാലത്തിൻ്റെ പേര്. 164.8 കിലോമീറ്റർ നീളമാണ് ഈ വയഡക്റ്റിനുള്ളത്. ഇത് യാങ്സി റിവർ ഡെൽറ്റയ്ക്ക് മുകളിലായുള്ള ഒരു പാലമാണ്. ഇതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ള പാലം കൂടെയാണ്. ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചത് 2008 ഏപ്രിൽ 18-നാണ്. പൂർത്തിയായി സർവീസ് ആരംഭിച്ചത് 2011 ജൂൺ 30-ന്. ലോകത്തെ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള പാലവും ഈ റെയിൽവേ ലൈനിലുള്ളത്. ലാങ്ഫാങ് ക്യുക്സിയാൻ വയഡക്റ്റ്, അതാണ് ആ പാലത്തിൻ്റെ പേര്. 114 കിലോമീറ്ററാണ് ആ പാലത്തിൻ്റെ നീളം. ഇവ കൂടാതെ ചെറുതും വലുതുമായ 243 പാലങ്ങളും ഈ സെക്ടറിലുണ്ട്. അതിൽ കാങ്ഡെ ഗ്രാൻഡ് ബ്രിഡ്ജിന് 115.9 മീറ്റർ നീളമുണ്ട്. ബീജിംഗ് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ബീജിംഗ് ഗ്രാൻഡ് ബ്രിഡ്ജിന് 48 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊരു ഹൈസ്പീഡ് ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നത് പാലത്തിന് മുകളിലൂടെയാണോ ഭൂമിയിലൂടെയാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. മറ്റു ചില പ്രത്യേകതകളുള്ള പാലങ്ങളും ഈ സെക്ടറിലുണ്ട്. അതിൽ 6 ലൈനുകളുള്ള നഞ്ചിങ്
ദക്ഷ്യാൻ യാറ്റ്സ് റിവർ ബ്രിഡ്ജ്, അത് മറ്റൊരു അത്ഭുതമാണ്. നീളം കൊണ്ടും വീതി കൊണ്ടുമുള്ള ഒരു അത്ഭുതം. അതുപോലെ റോഡും റെയിൽവേയും ഉള്ള ഡബിൾ ടക്കർ ട്രസ് ബ്രിഡ്ജും ഈ സെക്ടറിലുണ്ട്. നാൻജിങ് യാറ്റ്സ് റിവർ ബ്രിഡ്ജ് എന്നാണ് ആ പാലത്തിൻ്റെ പേര്. അതുപോലെ ലോകത്തെ ആദ്യത്തെ സസ്പെൻഷൻ റെയിൽവേ ബ്രിഡ്ജും ഈ സെക്ടറിലാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പാലങ്ങളുടെയും വയഡക്റ്റുകളുടെയും ഒരു മായാജാലം കൂടെയാണ് ഈ റെയിൽവേ ലൈൻ. ഏപ്രിൽ 18 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2010 നവംബർ 15 പൂർത്തിയായി. 2011 ഫെബ്രുവരി 4 ഇലക്ട്രിഫിക്കേഷനും സെക്യൂരിറ്റി ക്യാമറകളും അടക്കം മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയായി. 2011 ജൂൺ 24 ആദ്യമായി ടിക്കറ്റുകൾ നൽകി തുടങ്ങിയത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ടിക്കറ്റ് വിതരണം 1 മണിക്കൂർ കൊണ്ട് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയി. അത്രയ്ക്ക് സ്വീകാര്യമായിരുന്നു ഈ ബുള്ളറ്റ് ട്രെയിൻ. ഈ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ചത് മുതൽ ഈ സെക്ടറിലെ എയർ ഫെയർ 65% വരെ കുറഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ റെയിൽവേ നിർമ്മാണത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ഷങ്കായ് നഞ്ചൻ സെക്ടറിലെ നിർമ്മാണമായിരുന്നു. മണ്ണിൻ്റെ ഉറപ്പില്ലായ്മ വലിയ പ്രതിസന്ധിയായി. അതുപോലെ മറ്റൊരു ടാസ്ക് ഇതിലേക്ക് ആവശ്യമായ അലുമിനിയം അലോയുടെ ലഭ്യതയും ഈ ട്രെയിനുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗ്ലാസുകളുടെ അവൈലബിലിറ്റിയുമായിരുന്നു. ട്രെയിൻ ഇപ്പോൾ കടന്നു പോകുന്നത് ഗ്രാമപ്രദേശത്തു കൂടെയാണ്. ഇവിടം ഒരു അഗ്രികൾച്ചറൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ധാരാളം കൃഷിയിടങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ ഏതോ ഒരു തരം പ്ലാന്റേഷനും ഈ വശത്ത് കാണുന്നു. ഇല കൊഴിഞ്ഞ മരമായതിനാൽ ഏതുതരം പ്ലാന്റേഷനാണെന്ന് അറിയാൻ കഴിയുന്നില്ല. നമ്മുടെ റബ്ബർ പ്ലാന്റേഷൻ പോലെ ഏതോ ഒന്നാകാനാണ് സാധ്യത. ട്രെയിൻ വലിയ സ്പീഡിൽ ഓടുന്നതിനാൽ ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടങ്ങളിലെ ജനജീവിതം അത്ര ശോഭനമാണെന്ന് തോന്നുന്നില്ല. ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇങ്ങനെയും കുറേ ജീവിതങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇവർ മറച്ചു വയ്ക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ വീടുകൾ, അതിൽ നിന്ന് തന്നെ അതിനുള്ളിലുള്ള ജീവിതങ്ങളെക്കുറിച്ച് നമുക്ക് ഊഹിക്കാം. ചൈന അവരുടെ പോളിസി മാറ്റുന്നതുവരെ ഇത് തന്നെയായിരുന്നു ഈ രാജ്യത്തെ മുഴുവൻ സ്ഥലത്തെയും അവസ്ഥ. പുറം ലോകം അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. വിദേശ മൂലധനവും സ്വദേശ മൂലധന സമ്പാദനവും അനുവദിച്ചതിന് ശേഷമാണ് നമ്മൾ സിറ്റികളിൽ കണ്ട ഇപ്പോഴത്തെ ചൈന ഉണ്ടായത് എന്നതാണ് എൻ്റെ നിരീക്ഷണം. ഏതായാലും ഇപ്പോൾ ചൈന വേറെ ലെവൽ തന്നെയാണ്, സംശയമില്ല. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ചൈനയിലെ സെമി അർബൻ മേഖലയിലൂടെയാണ്. അതായത് കൃഷിയും അനുബന്ധ വ്യവസായങ്ങളുമുള്ള വികസിത ഗ്രാമം. ചൈനയിലെ പ്രധാന കൃഷി നെൽകൃഷിയാണ്. നെല്ല് കൂടാതെ ഗോതമ്പ്, ബാർലി, കോട്ടൺ, സ്വീറ്റ് പൊട്ടറ്റോ, സോയാബീൻ, തേയില, കരിമ്പ്, പുകയില, റേപ്പ് സീഡ് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ റേപ്പ് സീഡ് എണ്ണ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ഒരു വിളയാണ്. കൃഷിയോടൊപ്പം ലൈവ് സ്റ്റോക്കും ഇവിടെയുള്ളവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. പ്രിസിഷൻ ഫാമിങ്ങിലൂടെ ചൈനയുടെ അഗ്രികൾച്ചർ മേഖല കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. AI ഉപയോഗിച്ചുള്ള ട്രാക്ടറുകളും ഡ്രോണുകളുമൊക്കെ ഉപയോഗിച്ചാണ് ഇവ ഈ കുതിച്ചുചാട്ടം നടത്തുന്നത്. അതുപോലെ ചെറിയ ചെറിയ ഫാമുകളെ കൂട്ടിയിണക്കി കോഓപ്പറേറ്റീവ് ഫാമുകളാക്കി വിശാലമായ കൃഷി രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്.
ലോക ഭക്ഷ്യസമ്പാദനത്തിൻ്റെ 20% ചൈനയിലാണ്. അതാകട്ടെ ലോക കൃഷിയിടത്തിൻ്റെ 10% മാത്രം കയ്യിലുള്ളപ്പോൾ. ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത് അവരുടെ പ്രിസിഷൻ ഫാമിങ്ങിലൂടെയാണ്. അതിനായി അവർ ബെയ്ദു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന സാറ്റലൈറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഈ സാറ്റലൈറ്റിൻ്റെ സഹായത്താൽ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമായ ഫെർട്ടിലൈസർ ഒക്കെ കണ്ടെത്തി അവ സമയാസമയങ്ങളിൽ നൽകാൻ കഴിയുന്നു. അതുപോലെ ഇവർ വ്യാപകമായി അഗ്രികൾച്ചർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ വളങ്ങളുടെയും പെസ്റ്റിസൈഡിൻ്റെയും അമിത നഷ്ടം ഒഴിവാക്കുക മാത്രമല്ല, മനുഷ്യാധ്വാനം വളരെയേറെ കുറയ്ക്കുവാനും കഴിയും. പത്രസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും വളരെയേറെ പരിമിതപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. ആ വക സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഇവിടെ നടക്കുന്നത് ലോകം അറിയാനോ ലോകത്ത് നടക്കുന്നത് ഇവർ അറിയാനോ പാടില്ല എന്നതാണ് ഗവൺമെൻറ് പോളിസി. പക്ഷെ നമ്മൾ വീഡിയോ പിടിക്കുന്നതിൽ ഇവർ ഒരു തരത്തിലുള്ള അസ്വാരസ്യവും കാട്ടാറില്ല. സർക്കാർ നിയന്ത്രണങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ പോകേണ്ട സ്ഥലം ഏതാണെന്നും കാണേണ്ട കാഴ്ചകൾ ഏതാണെന്നും ഇവർ നിശ്ചയിക്കും. അതിനപ്പുറമുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ഗൈഡിൻ്റെ മേൽനോട്ടത്തിലല്ലാതെ ഇവിടെ ഒരു ടൂറിസ്റ്റിനും യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയില്ല. ഇത് ഇവിടെ ഒരു പാൻട്രി. അത്യാവശ്യം ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ കിട്ടും. കൂടാതെ ബിയറും ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ബിയർ വാങ്ങി യാത്ര ജോയ്ഫുൾ ആക്കുകയാണ്. നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ബോഗിയിൽ നമ്മളെ കൂടാതെ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ യാത്രക്കാരായി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആദ്യ സ്റ്റോപ്പായ നഞ്ചിങ്ന സ്റ്റേഷനിലാണ്. അടുത്ത സ്റ്റോപ്പ് ജിനാക്സി സ്റ്റേഷനാണ്. ഈ നഞ്ചിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് യുഹുട്ടായ് ഡിസ്ട്രിക്റ്റിലാണ്. ഏഷ്യയുടെ ഏറ്റവും വലിയ ഹൈസ്പീഡ് ട്രെയിൻ ഹബ്ബാണ് ഈ സ്റ്റേഷൻ. 2011 ഇത് യാത്രക്കായി തുറന്നു നൽകിയത്. 8 പ്ലാറ്റ്ഫോമുകളാണ് ഈ സ്റ്റേഷനിലുള്ളത്. ലഞ്ചിന് സമയമായി. ഇതാണ് ഇന്നത്തെ ലഞ്ച്. രാവിലെ ട്രെയിൻ യാത്രയ്ക്ക് മുമ്പായി പാക്ക് ചെയ്ത് തന്നിരുന്നു. ചൈനീസ് വിഭവങ്ങളാണ്. ചോറും ചിക്കനും ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ചൈനയിലെ 22 പ്രൊവിൻസുകളിൽ ജിയാങ്സു എന്ന പ്രൊവിൻസിൽപ്പെട്ടതാണ് ഈ നഞ്ചിങ്. ജിയാൻസു പ്രൊവിൻസിൻ്റെ ക്യാപിറ്റലാണ് നഞ്ചിങ്. 11 ഡിസ്ട്രിക്റ്റുകളുണ്ട് ഈ സിറ്റിക്ക്. 6600 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമാണ് ഈ സിറ്റിക്കുള്ളത്. യാങ്തിസ് നദി ഈ സിറ്റിയിലൂടെയാണ് ഒഴുകുന്നത്. ചൈനയിലെ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് കൂടിയാണ് ഈ നഞ്ചിൻ.
1937 മുതൽ ഇവിടം ജപ്പാന്റെ അധീനതയിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് സേന ഇവിടെ നടത്തിയ കൂട്ടക്കുരുതി ലോകത്താകമാനം ഞെട്ടിച്ച ഒന്നായിരുന്നു. 3 ലക്ഷത്തിനും 3.5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ആളുകളെയാണെന്ന് കൊല ചെയ്യപ്പെട്ടത്. നഞ്ചിങ് മസാക്കർ എന്നാണ് ആ കൂട്ടക്കുരുതി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി 1985 നഞ്ചിങ് മസാക്കർ മെമ്മോറിയൽ ഹാൾ ഇവിടെ സ്ഥാപിച്ചു. ആ ഇല കൊഴിഞ്ഞ മരങ്ങളിൽ കറുപ്പ് നിറത്തിൽ കാണുന്നത് ഏതോ പക്ഷികളുടെ കൂടുകളാണ്. ഈ യാത്രാവഴിയിൽ പല സ്ഥലത്തും ഇത്തരം കാഴ്ചകൾ കണ്ടു. നല്ല ഉയരത്തിലാണ് ആ കൂടുകളുള്ളത്. ട്രെയിൻ വളരെ വേഗത്തിൽ ഓടുന്നതിനാൽ അവ ക്ലോസപ്പ് ചെയ്ത് കാണിക്കാൻ നിർവാഹമില്ല. 1ഉം 2ഉമല്ല, 100 കണക്കിന് കൂടുകളുണ്ട് ആ മരങ്ങളിൽ. ട്രെയിനിനുള്ളിലൂടെ നടന്നാൽ ഇതാണ് കാഴ്ച. ഇവിടെയാണ് ലഗേജ് വയ്ക്കുന്നതിനുള്ള സ്പേസ് ഉള്ളത്. പലരും നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങാത്തവർ അവരുടെ ഏതെങ്കിലും ആക്ടിവിറ്റികളിൽ മുഴുകിയിരിക്കും. ആക്ടിവിറ്റി എന്നാൽ നമ്മളെപ്പോലെ തന്നെ ഫോണിൽ കളിക്കുക അല്ലെങ്കിൽ വായിക്കുക. പക്ഷേ യൂട്യൂബ് കാണാൻ ഇവർക്കാവില്ല. കാരണം യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായുള്ള ചില സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ട്. അവയാകട്ടെ ഗവൺമെൻറ് നിയന്ത്രണത്തിലുമാണ്. നമ്മൾ ജിനാക്സി സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ബീജിങ്ങിന് തൊട്ട് മുമ്പുള്ള ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻ. ഫ്ലാറ്റുകളുടെ ഒരു വൻ നഗരമാണ് ജിനാക്സി എന്ന് തോന്നുന്നു. എത്രമാത്രം ഫ്ലാറ്റുകളാണ് കാണുന്നത്. ട്രെയിനിന് സ്പീഡ് കുറഞ്ഞു വരുന്നുണ്ട്. ട്രെയിൻ ജിനാക്സി സ്റ്റേഷനിലെത്തി. ഇവിടെ 1-2 മിനിറ്റ് മാത്രമായിരിക്കും സ്റ്റോപ്പുള്ളത്. ഈ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമുണ്ട് മെയിൻ ടൗണിലേക്ക്. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ എടുക്കും ബീജിങ്ങിലേക്ക്. ഈ സ്റ്റേഷൻ ബുള്ളറ്റ് ട്രെയിൻ മാത്രമായി ഉള്ളതല്ല. സാധാരണ ട്രെയിനുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. 1912 മുതൽ ഈ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. ട്രെയിൻ ജിനാക്സി വിട്ടു. ഒരു വൻ നഗരമാണ് ജിനാക്സി എന്ന് ഈ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാം. ആ കാണുന്നത് മുഴുവൻ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. സൗത്ത് ഈസ്റ്റ് ചൈനയിലെ ഒരു പ്രൊവിൻസാണ് ജിനാക്സി. 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് ജിനാക്സി. ചൈനയിലെ വികസിത നഗരങ്ങൾ പോലെ തന്നെയാണ് ഇതും. ഇവിടെയും അമ്പരചുംബികളും ഹൈറൈസ് ബിൽഡിങ്ങുകളും ധാരാളമായി ഉണ്ട്. മലകളാൽ ചുറ്റപ്പെട്ട നഗരമായതുകൊണ്ട് തേയിലത്തോട്ടങ്ങൾ ധാരാളമുള്ള ചൈനയിലെ ഒരു പ്രദേശമാണ് ഇവിടം. ഇവിടുത്തെ കാലാവസ്ഥ തേയിലത്തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ധാരാളം നദികളും ലേക്കുകളും ഈ പ്രൊവിൻസിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിയും ഇവിടെ ധാരാളമായി നടക്കുന്നു. ഈ കാണുന്നത് പാഡി ഫീൽഡുകളാണ്. നെൽകൃഷിക്കും അനുയോജ്യമാണ് ഈ പ്രദേശം. കണ്ണെത്താ ദൂരത്തോളം പാടങ്ങളാണ്. ഈ കൃഷിയിടങ്ങൾ നടീലിനായി ഒരുക്കുന്നത് മുതൽ അവ കൊയ്തെടുക്കുന്നത് വരെ ഇപ്പോൾ യന്ത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിനായി AI നിയന്ത്രിത ട്രാക്ടറുകളും ഞാറ് നടുന്നതിനുള്ള യന്ത്രങ്ങളും ഇറിഗേഷനും വളപ്രയോഗത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി അതിനൂതന ഡ്രോണുകളും വിളവെടുക്കാൻ കൊയ്ത്തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു.
ഇറിഗേഷനായി AI നിയന്ത്രിത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ വെള്ളത്തിൻ്റെ അമിത ആവശ്യം ഇവിടെ ഇല്ല. വെള്ളം ഭാവിയിൽ ഒരു അമൂല്യ വസ്തുവാകും എന്ന് ഇവർ ഇന്നേ മനസ്സിലാക്കിയിരിക്കുന്നു. അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള സ്മാർട്ട് ഗ്രീൻ ഹൗസുകളാണ്. എത്ര വലിപ്പമാണ് അവയ്ക്കുള്ളതെന്ന് ഇങ്ങനെ ക്യാമറയിലൂടെ നോക്കിയാൽ മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് കിലോമീറ്റർ കണക്കിന് നീളവും അതുപോലെ തന്നെ വീതിയും അവയ്ക്കുണ്ടാകുമെന്നാണ്. ഇത്തരം ഗ്രീൻ ഹൗസുകളിൽ ക്ലൈമറ്റ് നിയന്ത്രിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഞങ്ങൾ ബീജിങ്ങിലെത്തി. കൃത്യം 4 മണിക്കൂർ കൊണ്ട്. ഇവിടെ പുറത്ത് നമ്മളെ കാത്ത് ഇവിടുത്തെ ഗൈഡ് ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ബീജിംഗ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. രാവിലെ 11 മണിക്ക് ഷാങ്ഹായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബുള്ളറ്റ് ട്രെയിൻ കേവലം 4 മണിക്കൂർ കൊണ്ട് 1200 കിലോമീറ്റർ കവർ ചെയ്ത് ബീജിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ക്ലൈമറ്റ് അല്പം കൂടി തണുപ്പുള്ളതാണെന്ന് തോന്നുന്നു. എത്തിയപ്പോൾ തന്നെ സ്കൈവേസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് ഹോട്ടലിലേക്ക് നീങ്ങാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളുടെ ടൂർ കോർഡിനേറ്ററും ഷാജി സാറ് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഉടനെ തന്നെ ക്രമീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ തുടർ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലാക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ നീണ്ടതാകും. അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.